ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലായിരുന്നു മുമ്പൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. വനിതകളും പുരുഷന്മാരും എല്ലാവരും ഇതിന് അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിരുന്നു. യോഗ്യതയുള്ള ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഏകദേശം കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപേക്ഷിക്കാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവനായി കണ്ട് മനസ്സിലാക്കി ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ക്ഷണിച്ചിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. RRC ഈസ്റ്റേൺ റെയിൽവേ അപ്രന്റീസ് തസ്തികയിലേക്കായിരുന്നു മുമ്പൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 3115ഓളം വേക്കൻസികളാണ് റിസർവ് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മൊത്തത്തിൽ വന്നിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് 30/9/2022 മുതലാണ്. അതിനോടനുബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതുപോലെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 29/10/2022 വരെ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്താണ് അപേക്ഷ സമർപ്പിക്കാൻ സമയം കിട്ടുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ OBC വിഭാഗത്തിനാണ് 100 രൂപ അപേക്ഷാ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SC ST PWD വുമൺ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു അപേക്ഷാ ഫീസും ഇല്ല. എല്ലാ കാറ്റഗറിയിൽ പെടുന്ന വുമൺ കാൻഡിഡേറ്റ്സിനും യാതൊരു അപേക്ഷാ ഫീസും ഉണ്ടാവുന്നതല്ല. സൗജന്യമായിട്ട് തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ പ്രായപരിധി ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിനിമം ഏജ് പറയുന്നത് 15 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 15 വയസ്സും അതുപോലെ നമ്മൾ പറയാൻ പോകുന്ന യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ളത് 24 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏജിൽ റിലാക്സേഷൻ നൽകുന്നുണ്ട്. 3 വർഷത്തെ ഇളവ് സാധാരണ നൽകുന്നത് പോലെ തന്നെ OBC ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ 5 വർഷത്തെ ഇളവ് SC ST ഉദ്യോഗാർത്ഥികൾക്കും നോർമലി നൽകുന്നത് പോലെ തന്നെ നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രായം കണക്കാക്കുന്ന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 29/10/2022 എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഈ തസ്തികക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് 10th പാസ്സാണ് പറഞ്ഞത്. 10th ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. 10th എക്സാമിനേഷൻ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. അത് അണ്ടർ 10+2 എക്സാമിനേഷൻ സിസ്റ്റത്തിൻ്റെ കീഴിലായിരിക്കണം നിങ്ങൾ പാസ്സായിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പാസ്സാവേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് 50% മാർക്കോട് കൂടി 10th ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ 1 മുതൽ +2 വരെ പഠിക്കുന്ന 10th ക്ലാസ് കഴിഞ്ഞ് +1 +2 ആ ഒരു രീതിയിൽ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ച് പാസ്സാവേണ്ടതുണ്ട്. തുല്യതയൊന്നും എഴുതി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ 10th ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൾസോ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫൈഡ് ട്രേഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂഡ് ബൈ NCVT അല്ലെങ്കിൽ SCVTൻ്റെ കീഴിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. ഏതൊക്കെ ട്രേഡിലാണുള്ളത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. മുമ്പോട്ടേക്ക് വീഡിയോ തുടർന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10th ക്ലാസ് ഇല്ലെങ്കിൽ 10th ക്ലാസ്സിൽ നിങ്ങൾക്ക് 50% കൂടി വിജയമില്ലെങ്കിൽ 8th ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദി നോട്ടിഫൈഡ് ട്രേഡ് ഏതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതും NCVT അല്ലെങ്കിൽ SCVTൻ്റെ കീഴിൽ അപ്രൂവഡ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഒന്നിക്കൽ 10th ക്ലാസ്സിൽ 50% മാർക്കും അതല്ലെങ്കിൽ 8th ക്ലാസ്സിൽ വിജയവും 8th ക്ലാസ്സിൽ വിജയിച്ചിട്ടുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. എന്തായാലും നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് SCVT അല്ലെങ്കിൽ NCVTൻ്റെ കീഴിൽ അപ്രൂവഡ് ആയിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഏതൊക്കെ ഡിവിഷനിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഏത് ട്രേഡിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഓരോ ഡിവിഷനിലും വന്നിട്ടുള്ള ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഈ പറയാൻ പോകുന്ന ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക.
ആദ്യം തന്നെ ഹൗറ ഡിവിഷനിലേക്ക് ഏതൊക്കെ ട്രേഡുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതും കാണാൻ സാധിക്കുന്നതായിരിക്കും. OBC അതുപോലെ തന്നെ ജനറൽ, SC, ST എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ചുവടെ തന്നെ. സോ അതും കൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് ആവും. അത് നിങ്ങൾക്ക് താഴെ കയറി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഫിറ്റർ വന്നിട്ടുണ്ട്, വെൽഡർ വന്നിട്ടുണ്ട്, മെക്കാനിക് വന്നിട്ടുണ്ട്, മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട്, മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, കാർപ്പൻറ്റർ വന്നിട്ടുണ്ട്, പെയിൻറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻമാൻ വന്നിട്ടുണ്ട്, വയർമാൻ വന്നിട്ടുണ്ട്, റിഫ്രിജറേഷൻ ആൻഡ് AC മെക്ക് വന്നിട്ടുണ്ട്. AC മെക്കാനിക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. പിന്നെ മെക്കാനിക്, മെഷീൻ ടൂൾ മെയിൻ്റനൻസും കൂടി ഈ ഒരു ഡിവിഷനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ചുവടെ കൊടുത്തിട്ടുമുണ്ട്. ദെൻ അടുത്ത ലിലുഹ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഫിറ്റർ വന്നിട്ടുണ്ട്, മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, ടർണർ വന്നിട്ടുണ്ട്, വെൽഡർ വന്നിട്ടുണ്ട്, പെയിൻറ്റർ ജനറൽ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, വയർമാൻ വന്നിട്ടുണ്ട്, റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. സോ ഇത്രയധികം ട്രേഡുകളിലേക്കാണ് ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ഡിവിഷനിലേക്ക് പോകാം. സെൽദ ഡിവിഷനാണ് അടുത്ത വന്നിട്ടുള്ളത്. അവിടെ റിസർവ് ചെയ്തിട്ടുള്ള ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ ഫിറ്റർ വന്നിട്ടുണ്ട്, വെൽഡർ വന്നിട്ടുണ്ട്, വയർമാൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്, റിഫ്രിജറേഷൻ ആൻഡ് AC വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ മെക്കാനിക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെൽഡർ വന്നിട്ടുണ്ട്, മെക്കാനിക് ഫിറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ഡീസൽ ഫിറ്റർ വന്നിട്ടുണ്ട്, മാസൺ വന്നിട്ടുണ്ട്, പെയിൻറ്റർ വന്നിട്ടുണ്ട്, ഫിറ്റർ വന്നിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് സ്മിത്ത് വന്നിട്ടുണ്ട്, വെൽഡർ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരേ ട്രേഡ് ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവിടത്തേക്കാണ് ഈ ഒരു നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഈ ഒരു ട്രേഡിലേക്ക് ആൾക്കാരെ എടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ട്രേഡുകൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറ്റമാണ്, ട്രേഡുകൾ സിമിലർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതാണ് ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ഡിവിഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമുക്ക് അടുത്ത നോക്കാം. കാഞ്ചനപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പിലേക്കാണ് ട്രേഡുകൾ റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ള ട്രേഡ് ഫിറ്റർ ആണ്. പിന്നെ വെൽഡർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ വയർമാൻ വന്നിട്ടുണ്ട്, കാർപ്പൻറ്റർ വന്നിട്ടുണ്ട്, പെയിൻറ്റർ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിടെ വേക്കൻസികൾ, അതായത് ട്രേഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഡിവിഷനിലേക്ക് കടക്കാം. മാൽദ ഡിവിഷനിലേക്കാണ് അടുത്ത വേക്കൻസികൾ, അടുത്ത ട്രേഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ ആണ്. പിന്നെ റിഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക് വന്നിട്ടുണ്ട്, ഫിറ്റർ വന്നിട്ടുണ്ട്, വെൽഡർ വന്നിട്ടുണ്ട്, പെയിൻറ്റർ വന്നിട്ടുണ്ട്, കാർപ്പൻറ്റർ വന്നിട്ടുണ്ട്, മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവിഷനിൽ ഇത്രയധികം ട്രേഡുകളിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അടുത്ത ഡിവിഷനിലേക്ക് പോകാം. അസെൻഷ്യൽ ഡിവിഷനിലേക്കാണ് അടുത്ത ട്രേഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫിറ്റർ വന്നിട്ടുണ്ട്, ടർണർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെൽഡർ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, പിന്നെ മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ട്രേഡുകളാണ് ഈ ഒരു ഡിവിഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ട്രേഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജമാൽപൂർ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ വന്നിട്ടുള്ളത് ഫിറ്റർ, അതുപോലെ തന്നെ വെൽഡർ വന്നിട്ടുണ്ട്, ദെൻ മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടർണർ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ഡീസൽ മെക്കാനിക്കും വന്നിട്ടുണ്ട്. ഇത്രയധികം ട്രേഡുകളാണ് അവിടെ റിസർവ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ഒരുപാടധികം ട്രേഡുകളും വർക്ക്ഷോപ്പുകളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടധികം ട്രേഡുകൾ നമ്മൾ പറഞ്ഞു. ആ ട്രേഡുകളിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനിയും നിങ്ങൾ സമയം കളയേണ്ട. യോഗ്യതയുള്ളവർ, താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോർ മോർ ഡീറ്റെയിൽസിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കയറിയാൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ എത്തും. അതിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് അതിൻ്റെ ചുവടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും. ഈ ഒരു റെഡ് ക്ലിക്കറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ദെൻ പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 29-ാം തീയതി വരെ, ഈ മാസം 29-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.